ഹായ് ഓൾ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡും കൂടിയാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കനാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അധികം ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് സമയത്തേക്ക്. ഇതിലേക്ക് വേണ്ടത് 2 വലിയ ഉള്ളിയും 3 തക്കാളിയാണ്. വലുതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 15 കാഷ്യൂ, അതുപോലെ തന്നെ 1 ഗ്രീൻ ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ കൂട്ടാട്ടോ, ചില്ലിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. ഞാൻ സ്പൈസി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ ബട്ടർ ചിക്കന് സ്പൈസി ഉണ്ടാവൽ കുറവാണ്. ഇതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ കാഷ്യൂ, ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട, ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ട, അതിൽ കുറച്ചിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. എന്നിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ജ്യൂസിൻ്റെ ജാറിൽ കസ്തൂരി മേത്തിയാണ് എടുക്കുന്നത്. കസ്തൂരി മേത്തി എപ്പോഴും വാഷ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കസ്തൂരി മേത്തിൻ്റെ ബോക്സിൽ തന്നെ പറയുന്നുണ്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ആരും അത് ശ്രദ്ധിക്കലില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഡയറക്റ്റാണ് ഉപയോഗിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി എന്തായിട്ടും വാഷ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എന്നാലാണ് അത് നീറ്റായിട്ട് കിട്ടുള്ളൂ. അത് വാഷ് ചെയ്യാത്ത ലീഫാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നത് ശ്രദ്ധിക്കണം കേട്ടോ. വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. 2-3 തവണ വെള്ളത്തിലിങ്ങനെ അരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ കളറൊക്കെ പോകും. നല്ല രീതിയിൽ അത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പാൻ ഉണ്ടല്ലോ, നേരത്തെ ഉള്ളിയും തക്കാളിയും അതൊക്കെ ആക്കിയ പാനിൽ തന്നെ ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഏകദേശം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു 30 ഗ്രാമാണ്. നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തത് 50 ഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്. ഏകദേശം ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 80% ബട്ടർ, ഒരു 100 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തു കഴിഞ്ഞാൽ 80%-ഓളം നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ചിക്കൻ മസാല ഒക്കെ തേച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ജ്യൂസ് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയും കൂടിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ജ്യൂസിൻ്റെ ജാറിലേക്ക് 1 പാക്കറ്റ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്തത്. 500 ml മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ആ ജ്യൂസിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എന്തായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് പെപ്പർ പൗഡറും കൂടിയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സ്പൈസി അധികം ഉണ്ടാവില്ല കേട്ടോ. ഈ കറിക്ക് സ്പൈസി കുറഞ്ഞിട്ട് തന്നെയാണ് ഈ കറി ഉണ്ടാവൽ. പൊതുവേ മധുരക്കൊക്കെ ചെയ്യുന്നതാണ് ഹോട്ടലിലൊക്കെ. മധുരം വേണ്ട, ഒരു സാധാരണ നമ്മുടെ നോർമൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇതിലേക്ക് ഓപ്ഷണലാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഫ്രഷ് ക്രീമും കൂടി ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാ അപ്പത്തിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ മറക്കാതെ ഒന്ന് ലൈക്കും ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.